എല്ലാവർക്കും നമസ്കാരം. സിംപ്ലി മിത്രൻസിലേക്ക് സ്വാഗതം. ഷഷ്ടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഷഷ്ടിൻ്റെ സമയത്ത് എല്ലാവരും കണ്ടാക്കിയെല്ലാം നട്ടത്തിയെല്ലാം അതിനെ കളിക്കുന്ന സമയം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചേനക്കണ്ടെല്ലാം നട്ടിട്ടുണ്ടായി. കഴിഞ്ഞ ആഴ്ച കുറച്ച് കളിച്ചിട്ടും വെച്ച് ഇന്നിപ്പോൾ ഇതിനെന്തെങ്കിലും ആക്കണമെന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പുളിങ്കറി വെച്ചിട്ടുണ്ടായി. കഴിഞ്ഞ ആഴ്ച കളിച്ചപ്പന്നെ പിറ്റേന്ന് പുളിങ്കറി വെച്ചിന്. അപ്പോൾ ഇന്ന് ഇതിനെ കാച്ചാന്ന് നിൽക്കുന്ന ചേനന. അപ്പോൾ ഇന്ന് നമുക്ക് ചേന കാച്ചുന്ന എങ്ങനെയാണെന്ന് നോക്കിയെങ്ങന്തേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാസർഗോഡ് കയറി എങ്ങനെ ചേന കാച്ചുന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനമെല്ലാം എടുത്തിട്ട് വെച്ചിന്. ഇത് മസാലക്ക് വേണ്ട സാധനം, അതിൻ്റെ അരപ്പാക്കണമല്ലേ ഞങ്ങൾ ചേന കാച്ചാൻ വേണ്ടിയിട്ട് അരപ്പിന് വേണ്ട സാധനം. അപ്പോൾ ഇതിലൊരു 8 മുളക് എടുത്തിന്, 6 ഉണ്ടമുളക്, 2 വള്ളിമുളക്, പിന്നെ ഒരു പൊടി മഞ്ഞപ്പൊടി, ഒരു പൊടി ഉപ്പ്, ഇനി എത്ര വേണം അത്ര നോക്കിയിട്ട് ഉപ്പ്. പിന്നെ ഇവിടെ ഞാനില്ലേ പച്ചരി എടുത്തിന്, ഇതെന്തിനെ അരക്കാൻ വേണ്ടിയിട്ട് പച്ചരി. പിന്നെ കുറച്ച് പുളി വേണം, ചേന അല്ലേ ചൊറച്ചല മിറ്റുണ്ടെങ്കിൽ മാറണമല്ലേ. പിന്നെ കായ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഉണ്ടക്കായ എടുക്കുന്നത് നല്ലത്. പൊടിക്കായ തന്നെ ഇത് നല്ല മണം കിട്ടുന്നത്. പിന്നെ കാച്ചാൽ തേങ്ങ വേണം അല്ലേ, തേങ്ങ എടുത്തിട്ട് വെച്ചിന്. അപ്പോൾ ഫസ്റ്റ് എന്താക്കണം വെച്ചെങ്കിൽ നമ്മൾ ഈ പച്ചരി ഉണ്ടല്ലേ, ഇത് അരക്കണമെങ്കിൽ ഇങ്ങനെ അരക്കാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ ആ പച്ചരിയും മുളക് പുളിയും പൊതിർക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ പച്ചരിനെ മുളകിനെ ഒന്ന് കവിറ്റ് കൊണ്ടുവരുന്നത്. പിന്നെ നമുക്കതിന് പുളിയും കായെല്ലാം ഇട്ടിട്ട് പുതിർത്തിട്ട് വെക്കാം. ഇങ്ങനെ ഞാൻ വേവിക്കാൻ പറ്റി കവിറ്റ് കൊണ്ടുവരട്ടെ. പച്ചരി മുളക് ഞാൻ ഒരു 4 വട്ടം കവിറ്റിയിൽ നല്ല വെള്ളം ഇട്ടിട്ട് വെച്ചിന്. ഇതിപ്പോൾ ഒരു 1/2 ഗ്ലാസ്സിൻ്റെ അത്ര വെള്ളം ഇട്ടിന്, ചെറിയ ഗ്ലാസ്സിൽ. ഇനി ഞങ്ങൾക്കില്ലേ ഈ എന്നെ പുളിയും കായും ഇതെന്നെ പുതിർത്തിട്ട് വെക്കാം. അപ്പോൾ നല്ല ഇതാവും. ഇതൊരു 1/2-3 മണിക്കൂർ പുതിർക്കണം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പുതിർത്തിട്ട് അരക്കാൻ ബനാനങ്ങ് ഉണ്ടല്ലേ, നിങ്ങൾ മുളക് പൊടി അരിപ്പൊടിയിൽ വയ്ക്കാം. മാത്രം എന്ത് അറിയാം, ഇങ്ങനെ അരച്ചം തന്നെ ടേസ്റ്റ് ജാസ്തി. നമ്മൾ ഇങ്ങനെ ഇടി പുതിർത്തിട്ട് അരക്കുന്നല്ലേ, അതിന് ടേസ്റ്റ് ജാസ്തി. അപ്പോൾ ഇതിങ്ങനെ പൊതിർത്തിട്ട് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഇതിനെ പൊത്തിയിട്ട് വെക്കാം. അരി കുറച്ച് പൊതിരട്ടാവുക. ചേന കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി ചേന എടുത്തിന്. ഇത് ഞാനില്ലേ പലകത്തിൽ തോലിയെല്ലാം ചെത്തിച്ചെടുത്ത്. എനിക്ക് പിച്ചകത്തിൽ ഭയങ്കര പേടി, പലകത്തിൻ്റെ ഭയതായിട്ട് തോലിയെല്ലാം ചെത്തിട്ട് നല്ലോണം പാങ്ങല കവിറ്റ് കൊണ്ടുവന്ന് ചേന ഇത് പകുതി ചേന എടുത്ത. ഇനി നമുക്കിതിനെ തെളുപ്പിൽ മുറിക്കണോ, അത് ഞാനിവിടെ പിച്ചകത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പിച്ചകത്തിൽ മുറിക്കണ്ടാവോ. നമ്മൾ പോടിക്കല്ല മുറിക്കുന്നില്ലേ, അങ്ങനെ മുറിക്കാം. തെളുപ്പാണ് നല്ലത്. നോക്കണം നല്ല തെളുപ്പിൽ നിൽക്കണം. ഇങ്ങനെ ചേനയില്ലേ മുറിക്കുമ്പോൾ തോലി എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം. അത് നമ്മൾ ഉള്ളം കൈക്ക് മാത്രം കൊള്ളുന്ന കണ്ടണം. നമ്മളെ കൈൻ്റെ പുറത്ത് കൊണ്ടൊക്കെ ചൊറി. പിന്നെ ഇല്ലേ ചേന കളിച്ചിട്ട് നമ്മൾ അപ്പന്നെ എടുക്കാനും കഴിയില്ല, ഒരു 10 ദിവസം വെക്കണം. അതിൻ്റെ വെള്ളമെല്ലാം അറിയെങ്കിൽ അത്ര ചൊറിയുന്നില്ല. ഇതിപ്പോൾ നമ്മൾ പിടിക്കാൻ പറ്റില്ല, ഉള്ളം കൈക്ക് കൊള്ളിച്ചിട്ടേ പിടിക്കണം, പുറമെ കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ചൊറിയല്ല. ഈ കണ്ടോ അങ്ങനെ മുറിച്ചിട്ടെടുക്കാവാ. ഞങ്ങൾ പൊതിർത്തിട്ട് ഇത് 1 മണിക്കൂറെല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് കാണാതെ ഇങ്ങെല്ലാം നല്ല ഇതായിട്ടുണ്ട്. അരിയും പൊതിർത്തിനി മുളകും നല്ല പദം വെച്ചിന്. നമുക്കിനി അരക്കണം. ഇനി മിക്സിൻ്റെ ചെറിയ ജാർ എടുക്കുവാ. കുറേ വെള്ളം ഇടാതെ അരക്കുന്നുണ്ട് ഈ ജാറിൽ തന്നെ നല്ലത്. എന്നിട്ട് ഈ നല്ല ഇതിലിട്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒക്കെ തന്നെ ഞങ്ങൾ ഈ മഞ്ഞൾ ഉപ്പ് വെച്ചിട്ടല്ല, അതിൻ്റെ ഒക്കെ തന്നെ ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇല്ലേ ഒരു തേങ്ങ കൊടുക്കണം. തേങ്ങണതിനറിയാം നമ്മൾ പരക്കുമ്പോഴത്തേക്ക് ഇടുന്നത്. നമ്മൾ ഈ തവയിലെല്ലാം കാച്ചുമ്പോൾ ചിലപ്പോൾ പറ്റിയിട്ട് പിടിക്കുന്നില്ല. അപ്പോൾ എണ്ണൻ്റെ പസണ്ടാക്കി പറ്റിയിട്ട് പിടിക്കുന്നില്ല. അതിനോട്ട് ഒരു തേങ്ങ ഇട്ടിട്ട് കൊടുക്കുക. കുറേ വേണ്ട, ഒരു ചമച്ചത്തിൻ്റെ അത്ര മതി. ഇനി നല്ല പാങ്ങല അരച്ചിട്ട് എടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അരച്ചിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാ അരച്ചിട്ട് കൊണ്ടുവന്നിനി നല്ല പാങ്ങല അരച്ചിനി. നിങ്ങൾക്കിതില്ല അരിപ്പ് വെള്ളമെങ്കിൽ തളിച്ചൂടാക്കണ്ട. അരിപ്പൊടി മുളകിൻ്റെ പൊടി ഇഷ്ടം കായാവാ. കാരം വേണമെങ്കിൽ ഇട്ടോളാം. നമുക്ക് കാരം ഇത് കുറഞ്ഞില്ലെങ്കിൽ കാരം വേണമെങ്കിൽ ഉപ്പ് വേണം നോക്കിയിട്ട് ഇട്ടോളാം. എനിക്കിപ്പോൾ ഇതെല്ലാം പാകമുണ്ട്. ഞാനിപ്പോൾ ഇതിനെല്ലാം അരിപ്പിനെ ഇടുന്നു, പൂളിനിടുന്നു. ഈ പൂളിനിട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ പുളിന് പിടിക്കുന്ന കണക്ക് പാങ്ങല അരിപ്പ് എല്ലാ പുളിന് തടയിട്ട് കൊടുക്കാം. ഞാൻ എല്ലാ പുളിന് അരിപ്പ് പിടിക്കട്ടെ പാങ്ങല. നിങ്ങൾക്ക് എത്ര പുളുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് അരിപ്പ് മുളകുപോലെ ഇടാവാ. ഞാനിവിടെ 4 ചമച്ച അരി എടുത്തിന്. എനിക്കിപ്പോൾ പകുതി ചേനക്ക് എത്ര മതിയാണ് അരിപ്പ് പാങ്ങട പിടിക്കുക. ഇങ്ങനെ 2 പുറവും ഇങ്ങനെ അരിപ്പ് പിടിച്ചങ്ങ് മതി. 2 സൈഡും ഇങ്ങനെ പിടിച്ചങ്ങ് മതി. അരിപ്പ് ഇങ്ങനെ പിടിച്ചങ്ങ് മതിയാവാം. ഇപ്പോൾ പാങ്ങല പരക്കിനി
ഇപ്പോൾ 12 മണിയാകുന്നത്ര ഒരു മണിയാവോളം ഇതിൽ ഇങ്ങനെ വെക്കാം. ഉച്ചക്ക് വയ്ക്കാനൊക്കെ ചൂട് ചൂട് കാച്ചിട്ടെടുക്കാൻ നിൽക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ പൊത്തിട്ട് വെച്ചങ്ങാതെ. അപ്പോൾ ചേന പരക്കിയിട്ട് വെച്ചിട്ടായി 1-1.5 മണിക്കൂറായി. ഇനി മെല്ലെ കാച്ച നമുക്ക്. കാച്ചാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അടുപ്പിൽ തവ വെച്ചിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീഞ്ചട്ടിൽ കുറച്ച് നല്ലോണം എണ്ണ പൊറന്നിട്ട് ഡീപ്പ് ഫ്രൈയും ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് തവ ഫ്രൈ ആക്കാൻ നിൽക്കുന്നത്. അപ്പോൾ തവ ചൂടായി എണ്ണ ഇട്ടിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് ഓരോന്നായിട്ട് ഇതിനെടുത്തിട്ട് വെച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്കില്ലേ ഇതേ അരിച്ചിലില്ലേ ബൈനിങ്ങ പിന്നെ കായ് വയക്ക ഇല്ലേ, ഞങ്ങൾ മങ്കക്കായി നില്ലൂടാ. കായ് വയക്ക ബൈനിങ്ങ എല്ലാം ഇതേ അരിപ്പിൽ കാച്ച മുരിങ്ങക്കൊമ്പിട്ടിട്ട് കാച്ചണം. നല്ല പാങ്ങാണ് ഈ അരിപ്പിൽ. നിങ്ങൾ നോക്കണം ഓരോന്നെന്തെങ്കിലും ഇട്ടിട്ട് ട്രൈ ആക്കിയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അവ മീഡിയം ഫ്ലെയിമിൽ വെച്ചെങ്കിൽ മതി. കുറേ വലിയ തീ വേണ്ട. കായണല്ലോ ഇത് വേണം. കുറച്ച് ചേന മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇത് ഒരു സൈഡ് കാഞ്ഞിന് നമുക്ക് മറിച്ചിട്ടിടാവാ. പിന്നെ ചേനയിൽ വേഗം വേന്നു, കുറേ സമയം ഒന്നും എടുക്കുന്നില്ല. ഇതാ നോക്കുമോ നിങ്ങൾ, നല്ല കാഞ്ഞി സൈഡ്. ഇപ്പുറത്തെ സൈഡിലൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അരിപ്പെല്ലാം നല്ല പാങ്ങൽ പിടിച്ചിട്ടുണ്ടാവും. എല്ലാം മറിച്ചിട്ടിട്ടാ. നിങ്ങൾ ചീഞ്ചട്ടിയിൽ കാച്ചുന്നെങ്കിൽ കോട്ടിങ്ങൽ ഇതിനായിട്ട് ജാസ്തി പിടിക്കുന്നു. നല്ലോണം നല്ല പൊടി പോലെ തന്നെ വരുന്നത്. ചീഞ്ചട്ടിയിൽ കാച്ചുന്നെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ പൊടി നമുക്ക് കാണും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞങ്ങൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടല്ലോ ഈ നല്ല കാവലിൻ്റെ സൈഡിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാം. എന്താ പറയുക, ഇതിൽ എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നടുവിലേക്ക് വരട്ടിയിട്ട് ഇങ്ങനെ ആക്കണം. അപ്പോൾ എണ്ണ കഴിയുന്നത് നമുക്ക് കുറച്ച് തിന്നെങ്കിൽ മതിയല്ലേ. കുറേ എണ്ണ ബയറ്റൊക്കെ തിന്നിട്ട് നല്ലതല്ലേ. ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തെങ്കിൽ എണ്ണ ഉണ്ടെങ്കിൽ എല്ലാം ഊർന്നിട്ട് നടുവിലേക്ക് വരും. ഇത് എണ്ണ കുടിക്കുന്നില്ല. ഈ ഇങ്ങനെ പൊടിയാക്കിയെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങൾ അരി അരിച്ചിട്ട് പൊടിയാക്കിയെങ്കിൽ എണ്ണ കുടിക്കുന്നില്ല. അതിൻ്റെ വലിയൊരു ഗുണമുണ്ട്. ഇതിപ്പോൾ ആയിനി പ്ലേറ്റിന് ഇടുന്നാവും. രണ്ടാമത്തെ കുറി കാച്ചാണ്. ഇപ്പോൾ അടുത്തത് നിങ്ങൾക്ക് കാണിക്കാനായിട്ടില്ല എടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചേന കാച്ചത് റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചേനയാ വൈനിങ്ങയാ അല്ലെങ്കിൽ ബായക്ക എന്തെങ്കിലും ഇതേമാതിരി അരിപ്പാക്കിയിട്ട് കാച്ചണം. എന്നിട്ട് എന്നോട് പറയണം അവ നല്ലതായതിനായിട്ട്.